1984 ജനുവരി 22 മാവേലിക്കര കുന്നം പുലർച്ചെ 3 മണി. ശക്തമായി വാതിലിൽ മുട്ടുന്നത് കേട്ടാണ് സുരേഷ് കുമാർ വാതിൽ തുറന്നത്. പേടിച്ചു വിറച്ച് ഒരാൾ മുമ്പിൽ നിൽക്കുന്നു. തൊട്ടടുത്ത വയലിലേക്ക് ചൂണ്ടിക്കൊണ്ടുവന്നയാൾ പറഞ്ഞു, ഒരു കാറ് കത്തുന്നു, ഒന്ന് വേഗം വരണം. ഒരു നിമിഷം പകച്ചുനിന്ന സുരേഷ് കുമാർ അയൽക്കാരെ വിളിച്ചുകൂട്ടി. തീ അണച്ചു തുടങ്ങി. ഡ്രൈവർ സീറ്റിൽ ഒരു മനുഷ്യരൂപം. ഏവരും ഞെട്ടിത്തെറിച്ചു. കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ശരീരം. കത്തിയെരിയുമ്പോഴും ആ കറുത്ത അംബാസഡർ കാറിൻ്റെ നമ്പർ വ്യക്തമായിരുന്നു, KLQ 7831. സുരേഷ് കുമാർ മാവേലിക്കര പോലീസ് സ്റ്റേഷനിലെത്തി വിവരം ധരിപ്പിച്ചു. വരും വർഷങ്ങളിൽ കേരളക്കരയെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തുന്ന ഒരു കൊലപാതകത്തെക്കുറിച്ച് അറിയിക്കാനാണ് താൻ വന്നതെന്ന് അയാൾ അറിഞ്ഞതേയില്ല. അന്നു മുതലാണ് സുകുമാരക്കുറുപ്പ് കൊലക്കേസ് വാർത്തകളിൽ നിറയുന്നത്. വിവരമറിഞ്ഞ് സംഭവസ്ഥലത്തേക്ക് SP രാമചന്ദ്രനും DYSP ഹരിദാസും കുതിച്ചു. ഹരിദാസിനാണ് അന്വേഷണ ചുമതല. അദ്ദേഹം പ്രാഥമിക പരിശോധനകൾ നടത്തി. സംശയാസ്പദമായ രീതിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ജോഡി ചെരുപ്പും കയ്യുറയും ഒരു കന്നാസും കണ്ടെത്തി. വണ്ടി നമ്പർ പരിശോധിച്ചപ്പോൾ അത് സുകുമാരക്കുറുപ്പ് എന്നൊരാളുടെ പേരിലുള്ളതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ബോഡിയുടെ ഹൈറ്റും വെയ്റ്റും സുകുമാരക്കുറുപ്പുമായി സാദൃശ്യം പുലർത്തുന്നുണ്ടായിരുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചുകൊടുത്തു. പോസ്റ്റ്മോർട്ടം നടത്തുന്നത് പോലീസ് സർജൻ ഡോക്ടർ B ഉമാദത്തനാണ്. പോസ്റ്റ്മോർട്ടം ഫോം നോക്കിയ ഡോക്ടർ അമ്പരപ്പോടെ ഹരിദാസിനെ നോക്കി. ഫോമിൽ സുകുമാരക്കുറുപ്പ് എന്ന പേരിന് നേരെ ഇനിയും സ്ഥിരീകരിക്കാനായിട്ടില്ല എന്ന് ബ്രാക്കറ്റിൽ എഴുതി ചേർത്തിരിക്കുന്നു. സർജൻ കാര്യം തിരക്കി. അത് പിന്നീട് പറയാമെന്ന് ഹരിദാസ് അറിയിച്ചു. ആദ്യ കാഴ്ചയിൽ ഇതൊരു അപകടമല്ലെന്ന് ഡോക്ടർ ഉറപ്പിച്ചു പറഞ്ഞു. ശരീരം പെട്രോൾ ഒഴിച്ച് കത്തിച്ച ശേഷം രണ്ടാമതും കാറിൽ കൊണ്ടുവന്ന് കത്തിച്ചതിൻ്റെ തെളിവുകൾ അദ്ദേഹം നിരത്തി. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായാണ് പൊള്ളലേറ്റിട്ടുള്ളത്. കൂടുതൽ പരിശോധനകൾ നടത്തിയപ്പോൾ ആമാശയത്തിൽ നിന്നും ഒരു ദ്രാവകം കണ്ടെത്തി. അത് ആമാശയത്തിൻ്റെ പ്രവർത്തനത്തെ നേരത്തെ ബാധിച്ചിരിക്കുന്നു. ഇതെല്ലാം കൊലപാതക സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടി. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഡോക്ടറും ഹരിദാസും പോലീസ് സ്റ്റേഷനിലെത്തി. പക്ഷേ അവിടെ ഒരാൾ അവരെ നേരത്തെ തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കാത്തിരുന്നയാൾ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ സുകുമാരക്കുറുപ്പിൻ്റെ അളിയനാണ്. പേര് ഭാസ്കരപിള്ള. ഫുൾ സ്ലീവ് ഷർട്ടും മുണ്ടുമാണ് വേഷം. സുകുമാരക്കുറുപ്പിന് വിദേശത്തൊക്കെ ധാരാളം ശത്രുക്കളുണ്ട്. അവരിൽ ആരെങ്കിലുമായിരിക്കും അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക എന്ന് ഭാസ്കരപിള്ള വിശദീകരിച്ചു. സംസാരിച്ചുകൊണ്ടിരിക്കെ DYSP ഹരിദാസ് ഭാസ്കരപിള്ളയോട് ഷർട്ടിൻ്റെ കൈ മടക്കി വയ്ക്കാൻ ആവശ്യപ്പെട്ടു. മറ്റു പോലീസുകാർ അമ്പരപ്പോടെ ഹരിദാസിനെ നോക്കി. ആദ്യം മടക്കിവെക്കാൻ ഭാസ്കരപിള്ള മടിച്ചു. പോലീസുകാരുടെ ശബ്ദം കനത്തതോടെ മടക്കിവെച്ചു. അയാളുടെ കൈമുട്ട് പുള്ളിയിരിക്കുന്നു. ഡോക്ടർ അപ്പോൾ തന്നെ മുറിവ് പരിശോധിച്ചു. 24 മണിക്കൂറിനുള്ളിൽ പൊള്ളലേറ്റതാണിത് എന്ന് ഡോക്ടർ വിധി എഴുതി. ഹരിദാസ് ഭാസ്കരപിള്ളയെ കൂടുതൽ ചോദ്യം ചെയ്തു. സുകുമാരക്കുറുപ്പിനെ കൊലപ്പെടുത്തിയത് താനാണെന്ന് അദ്ദേഹം സമ്മതിച്ചു. 50,000 രൂപ വിസയ്ക്ക് വേണ്ടി കൈപ്പറ്റിയതിനു ശേഷം വിസയോ പണമോ തിരികെ നൽകാത്തതാണ് കാരണം. ഈ സമയം സുകുമാരക്കുറുപ്പ് എന്ന പേരിന് നേരെ ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് എഴുതാനുണ്ടായ കാരണങ്ങൾ ഹരിദാസ് മറ്റുള്ളവരോടായി പറഞ്ഞു. മൃതശരീരം കണ്ടെത്തിയ ഉടനെ പോലീസ് ഡിറ്റക്റ്റീവ് സ്ക്വാഡിലെ 2 ഉദ്യോഗസ്ഥരെ സുകുമാരക്കുറുപ്പിൻ്റെ വീട് നിരീക്ഷിക്കാൻ ഏർപ്പെടുത്തിയിരുന്നു. അന്നേ ദിവസം ആ വീട് ഒരു മരണവീട് പോലെ ഒരിക്കലും അനുഭവപ്പെട്ടില്ല. ഭക്ഷണം പാകം ചെയ്യുന്നു, മണവും ഒച്ചയും ബഹളവും കേൾക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഏതൊരു സാധാരണ ദിവസത്തെയും പോലെ സമാനം. സുകുമാരക്കുറുപ്പിന് മറ്റൊരു കാറും അതിനൊരു ഡ്രൈവറുമുണ്ടായിരുന്നു. പൊന്നപ്പൻ എന്നാണ് ആ ഡ്രൈവറുടെ പേര്. സംഭവ ദിവസം ഡ്രൈവറും കാറും വീട്ടിലില്ലായിരുന്നു. ഇതുകൊണ്ടൊക്കെയാണ് സുകുമാരക്കുറുപ്പ് എന്ന് താൻ ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് എഴുതാനുണ്ടായ കാരണങ്ങൾ. പൊന്നപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നുറപ്പായപ്പോൾ അയാൾ സുകുമാരക്കുറുപ്പിൻ്റെ കാർ വീട്ടിൽ ഉപേക്ഷിച്ചു. അവിടുന്ന് പോകും മുമ്പേ പൊന്നപ്പൻ വീട്ടുകാരോട് പറഞ്ഞു, സുകുമാരക്കുറുപ്പിന് ഒന്നും സംഭവിച്ചിട്ടില്ല. താൻ വണ്ടി ഓടിക്കുമ്പോൾ ഒരാൾ വട്ടം ചാടി അയാൾ മരണപ്പെട്ടു. പോലീസ് പിടിക്കും എന്ന പേടിയിൽ അയാളുടെ ബോഡി കാറിനുള്ളിൽ വെച്ച് കത്തിച്ചു. ഇതും പറഞ്ഞ് പൊന്നപ്പൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പൊന്നപ്പൻ ആർക്കോ ഫോൺ ചെയ്ത വിവരം പോലീസിന് ലഭിച്ചു. താമസിയാതെ അതേ ബൂത്തിൽ പോലീസ് എത്തി. ദുബായിലേക്ക് ഒരു ടെലഗ്രാമും ആലപ്പുഴയിലെ ഒരു ലോഡ്ജിലേക്ക് ട്രങ്ക് കോളും ചെയ്തിട്ടുണ്ട്. സുകുമാരക്കുറുപ്പ് മരിച്ചു എന്ന് ദുബായിലുള്ള സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യയെ അറിയിക്കുന്നതായിരുന്നു ടെലഗ്രാം. ഹരിദാസ് ഉടൻ തന്നെ ആലപ്പുഴയിലെ ലോഡ്ജിൽ അന്വേഷണം നടത്തി. സുകുമാരക്കുറുപ്പിൻ്റെ ഫോട്ടോ കാണിച്ചപ്പോൾ അയാൾ ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. ഇതിൽ നിന്നും പോലീസ് ഒന്നുറപ്പിച്ചു, മരിച്ചത് മറ്റാരോ ആണ്, സുകുമാരക്കുറുപ്പല്ല. ഹരിദാസ് അടുത്തുള്ള സ്റ്റേഷനുകളിലേക്ക് മെസ്സേജ് പാസ് ചെയ്തു. ഒരു മാൻ മിസ്സിംഗ് കേസ് തങ്ങളെ തേടി ഉടനെ എത്തുമെന്ന് അവർ ഉറപ്പിച്ചു. അധികം ആത്തിരിക്കേണ്ടി വന്നില്ല. ഒരു കോൾ വന്നു. തത്തമ്പള്ളി സ്വദേശി ചാക്കോ മിസ്സിംഗ് ആണ്. അയാൾ ഒരു ഫിലിം റെപ്രസെൻറ്റേറ്റീവാണ്. പോലീസ് ഉടൻ ചാക്കോയുടെ വീട്ടിലെത്തി. ശാരീരിക അളവുകൾ കുറിപ്പുമായി സാമ്യമുണ്ട്.
അധികം വൈകിയില്ല. 10 ദിവസം പഴക്കമുണ്ടെങ്കിലും ചാക്കോയുടെ മൃതദേഹം പുറത്തെടുത്തു. അന്നത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയായ ഫേസ് സൂപ്പർ ഇംപൊസിഷൻ നടത്തി നോക്കി. ഫുഡ് റീക്രിയേഷൻ ഉപയോഗപ്പെടുത്തി. മരിച്ചത് ചാക്കോ തന്നെയെന്ന് ഡോക്ടർ ഉമാദത്തനും ഹരിദാസും വിധിയെഴുതി. അങ്ങനെ സുകുമാരക്കുറുപ്പ് കൊലക്കേസ് ചാക്കോ കൊലക്കേസായി കേരള പോലീസ് തിരുത്തിയെഴുതി. അധികം ദിവസം പൊന്നപ്പനെ ഒളിച്ചു കഴിയാനായില്ല. ഡിവൈഎസ്പി ഹരിദാസിന്റെ അന്വേഷണ മികവിനു മുന്നിൽ അയാൾക്ക് കീഴടങ്ങേണ്ടി വന്നു. ഭാസ്കരപിള്ള പോലെയുള്ള ആളല്ല പൊന്നപ്പൻ. പിടിക്കപ്പെടുമെന്ന പേടി അയാളെ എപ്പോഴും വേട്ടയാടിയിരുന്നു. എങ്കിലും ആദ്യഘട്ടത്തിൽ പൊന്നപ്പൻ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ മടിച്ചു. പോലീസ് മുറ പുറത്തെടുത്തതോടെ സത്യങ്ങൾ ഓരോന്നായി അയാൾ പറഞ്ഞു തുടങ്ങി. സാധാരണയായി സുകുമാരക്കുറുപ്പ് നാട്ടിൽ വരുമ്പോൾ താനും ഭാസ്കരപിള്ളയുമാണ് കൂട്ടിക്കൊണ്ടുവരാറുള്ളത്. ഇത്തവണ മറ്റൊരാൾ കൂടിയുണ്ടായിരുന്നു. ദുബായിൽ സുകുമാരക്കുറുപ്പിന്റെ കൂടെ ജോലി ചെയ്യുന്ന ചാവക്കാട് സ്വദേശി ഷാഹു. വണ്ടിയിൽ കയറിയ ശേഷം കുറുപ്പ് തന്റെ പ്ലാൻ ഞങ്ങൾ മൂവരോടായും പറഞ്ഞു. കുറുപ്പ് ദുബായിൽ വലിയൊരു ഇൻഷുറൻസ് പോളിസി തന്റെ പേരിൽ ആരംഭിച്ചിട്ടുണ്ട്. താൻ മരിച്ചെന്ന് കാണിച്ചാൽ അത് മൂവർക്കും കൂടി പങ്കിട്ടെടുക്കാം. ഇതാണ് മാസ്റ്റർ പ്ലാൻ. ഇതിനായി ആദ്യം മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു മൃതദേഹം മോഷ്ടിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അത്തരമൊരു ബോഡിയിൽ ഫോർമാലിന്റെ സാന്നിധ്യം പോസ്റ്റ്മോർട്ടത്തിലൂടെ കണ്ടെത്താം. ഈ കാരണത്താൽ ഈ ശ്രമം ഉപേക്ഷിച്ചു. ശ്മശാനത്തിൽ അധികം പഴക്കമില്ലാത്ത ഒരാളുടെ മൃതദേഹം മോഷ്ടിക്കാനാണ് രണ്ടാമത് തീരുമാനമെടുത്തത്. അവിടുത്തെ വാച്ച്മാൻ കൂട്ടുനിൽക്കാതെ വന്നപ്പോൾ ആ ഉദ്യമവും പരാജയപ്പെട്ടു. അവസാനം സുകുമാരക്കുറുക്കുമായി സാദൃശ്യമുള്ള ഒരാളെ കൊലപ്പെടുത്തിയ ശേഷം കാറിൽ വെച്ച് കത്തിക്കാൻ തീരുമാനിച്ചു. ഇതിനുവേണ്ടി അവർ ദിവസവും രാത്രി കാറുമായി പുറത്തിറങ്ങാൻ തുടങ്ങി. ഒരു ദിവസം ഒരാൾ കാറിന് കൈ കാണിച്ചു. തത്തമ്പള്ളി സ്വദേശി ചാക്കോ. വണ്ടി നിർത്തി. അടുത്തുള്ള കവള വരെ ലിഫ്റ്റ് ചോദിക്കുകയാണ് അയാൾ. സുകുമാരക്കുറുപ്പുമായി ശാരീരിക സാദൃശ്യമുള്ള ഒരാൾ. കാറിൽ കയറ്റി ആദ്യം തന്നെ ഭാസ്കരപിള്ള ബലമായി മദ്യം കുടിപ്പിച്ചു. തുടർന്ന് ചാക്കോയെ കഴുത്തിൽ മുണ്ടുമുറുക്കി കൊലപ്പെടുത്തി. ചാക്കോയുടെ മൃതദേഹം ഭാസ്കരപിള്ളയുടെ വീട്ടിൽ കൊണ്ടുവന്നു. ശുചിമുറിയിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ശേഷം ബോഡി കാറിൽ വെച്ച് വീണ്ടും വയലിലെത്തി രണ്ടാമതും കത്തിച്ചു. കത്തിക്കുന്ന സമയം ഭാസ്കരപിള്ളയുടെ കൈ പൊള്ളുകയും ധരിച്ചിരുന്ന ഗ്ലൗസും ചെരുപ്പും കന്നാസുമൊക്കെ അവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നീട് നിർണായകമായ തെളിവുകളാകുന്നത് ഇവയെല്ലാമാണ്. പോലീസ് മുഴുവൻ പ്രതികളെയും പിടികൂടി. പക്ഷേ സുകുമാരക്കുറുപ്പിനെ ഒരിക്കലും കണ്ടെത്താനായില്ല. ഭാസ്കരപിള്ളയെയും പൊന്നപ്പനെയും ജീവപര്യന്തം കോടതി ശിക്ഷിച്ചു. ഷാഹുവിനെയും സുകുമാരക്കുറുപ്പിന്റെ ഭാര്യയെയും ഭാസ്കരപിള്ളയുടെ ഭാര്യയെയും വെറുതെ വിട്ടു. കോടതി വിധിക്ക് താൻ കീഴ്പ്പെടില്ലെന്ന് പൊന്നപ്പൻ ഒരു ദിവസം ഉറപ്പിച്ചു. ജീവപര്യന്തം മുഴുവനായും അനുഭവിക്കാൻ കാത്തുനിൽക്കാതെ അയാൾ സ്വയം ജീവനൊടുക്കി. സുകുമാരക്കുറുപ്പ് തന്റെ പണക്കുതി മൂലം ഈ കൃത്യം നിർവഹിക്കുമ്പോൾ ചാക്കോ എന്ന മനുഷ്യന്റെ ഒരു കൂട്ടം പ്രതീക്ഷകളാണ് അസ്തമിച്ചത്. ചാക്കോയുടെ മരണസമയം ഗർഭിണിയായിരുന്നു. തന്റെ പൊന്നോമനയെ ഒരിക്കൽ പോലും കാണാനാവാതെയാണ് അയാൾ യാത്രയായത്. സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താനായില്ലെങ്കിലും ഈ ഹീനകൃത്യം ഒരു പരിധിവരെ തെളിയിക്കാനായത് ഡിവൈഎസ്പി ഹരിദാസിന്റെയും സർജൻ ഉമാദത്തന്റെയും പ്രവർത്തനങ്ങളിലൂടെയാണ്. സുകുമാരക്കുറുപ്പിനെ ഇന്ത്യ മുട്ടാക്കെ പോലീസ് തിരഞ്ഞു. ഇന്റർപോളിന്റെ സഹായത്തോടെ ദുബായിൽ വരെ അന്വേഷണം നടത്തി. എങ്കിലും അദ്ദേഹത്തെ പിടികൂടാനായിട്ടില്ല. പോലീസിന്റെ കേസ് ഡയറികളിൽ ഉത്തരമില്ലാത്ത ചോദ്യമായി സുകുമാരക്കുറുപ്പ് ഇന്നും അവശേഷിക്കുന്നു. എവിടെയായിരിക്കും സുകുമാരക്കുറുപ്പ്? അറിയില്ല. ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചുപോയോ എന്നുപോലും തിട്ടപ്പെടുത്താനാവാത്ത വിധം ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമായി അയാൾ മാറിയിരിക്കുന്നു. ഇന്ന് സുകുമാരക്കുറുപ്പിന് വയസ്സ് 79 കഴിഞ്ഞിട്ടുണ്ടാകാം. ഒരുപക്ഷെ വാർദ്ധക്യത്തിന്റെ അവശതകളുമായി ഒരു ആശുപത്രി വരാന്തയിലോ ഭക്തിയുടെ ലഹരിയിൽ ഏതെങ്കിലും ഒരു ഹിമാലയൻ താഴ്വരയിലോ അതോ നമ്മൾ പോലും അറിയാതെ നമ്മുടെ തൊട്ടടുത്ത് മറ്റൊരു പേരിൽ അയാൾ ഇന്ന് ജീവിച്ചു നിൽക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ ഈ നിമിഷം ലോകത്തിന്റെ ഏതോ ഒരു മൂലയിലിരുന്ന് ഒരു സ്മാർട്ട് ഫോൺ സ്ക്രീനിലൂടെ സ്വന്തം കഥ പറയുന്ന ഈ വീഡിയോ സുകുമാരക്കുറുപ്പും കണ്ടുകൊണ്ടിരിക്കാം. ആ പഴയ ക്രൂരതയുടെ ഓർമ്മയിൽ അയാളുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞെന്നുണ്ടാകാം. പക്ഷേ കുറുപ്പേ, നിങ്ങൾ എവിടെയാണെങ്കിലും ചെയ്ത പാപത്തിന്റെ നിഴൽ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും.